ഗുഹയ്ക്കകത്ത് ആദ്യം കാണുന്ന അജന്തയിലെ ഒരു ഗുഹയ്ക്കകത്താണ് കയറിയിരിക്കുന്നത്. ഗുഹയ്ക്കകത്തെ കാഴ്ചകളാണ്. ഇരുട്ടാണ് ഇവിടെ മുഴുവൻ, നമുക്കൊന്നും കാണാൻ പറ്റില്ല. ഇതിനകത്തൊരു ശ്രീബുദ്ധന് ജ്ഞാനം കിട്ടിയെന്ന് പറഞ്ഞ് ഉള്ളതായിരിക്കുന്ന ഇതിലുള്ളൊരു പ്രതിമയാണ്. അവിടെ ഉള്ളിലോട്ട് അതിലോട്ട് കയറ്റി വിടുക. നമ്മളെ അടുത്ത് കാണിച്ചു തരാം. ഇത് കണ്ടോ, ഇതാണ് കാഴ്ച. ഇതാണ് ഇതിൻ്റെ പില്ലറുകൾ മുഴുവൻ കരിങ്കല്ലിലാണ് കുത്തിയിരിക്കുന്നത് മുഴുവൻ. ഇത് കണ്ടോ, ഇതാണ് ആ ബുദ്ധ പ്രതിമ. ഇതൊക്കെ ഇതിൻ്റെ കൽച്ചുമറുകൾ പില്ലറുകളാണ്. ഇതെല്ലാം ചുവർ ചിത്രങ്ങളുണ്ടായിരുന്നു. ആ ചുവർ ചിത്രങ്ങളൊക്കെ മാഞ്ഞു പോയി. കണ്ടോ, ഒന്നും കാണുന്നില്ല, നമുക്ക് ശരിക്കും തെളിഞ്ഞു കാണില്ല. ഇവിടെ നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ളതായതുകൊണ്ടാണ് ഇങ്ങനെയാണെന്ന് പറയുന്നത്. നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ളതെല്ലാം ചുവർ ചിത്രങ്ങളാണ്. ഇതൊന്നും നമുക്ക് കാണാൻ കഴിയുന്നില്ല. കണ്ടോ, ഇതെല്ലാം ഈ കൊത്തുപണിയുള്ള കല്ലുകൊണ്ട് ഒരു പാറയ്ക്കകത്താണ്. ഞാൻ വെളിയിൽ ചെന്നിട്ട് ഇത് കാണിച്ചു തരാം, ഇതിൻ്റെ ഗുഹാമുഖം. അപ്പോൾ ഇതാണ് ഇതിനകത്തെ പില്ലറും ചിത്രങ്ങളും ഒക്കെ. എല്ലാം കല്ലിൽ ഈ പാറ ഒരു ഗുഹ തുറന്നിട്ട് അതിനകത്ത് ചെയ്തിരിക്കുന്നതാണ്, അല്ലാതെ കൊണ്ടുപോയി ചെയ്തിട്ട് കൊണ്ടുവച്ചതല്ല. ഇതൊക്കെ ഈ കല്ലുകൾ കൊത്തിയെടുത്തതാണ് ഇതെല്ലാം. ഇതാണ് ഇതിൻ്റെ മേൽക്കൂരയാണ്. ഇതെല്ലാം ഒരു കല്ല് തുറന്ന് ചെയ്തതാണ്. ഇത് ചുവർ ചിത്രങ്ങളൊക്കെ മാഞ്ഞു പോയിരിക്കുകയാണ്. ഇതാണ് ഇതിൻ്റെ പില്ലറുകൾ. കണ്ടോ, ഇതെല്ലാം മുന്നിൽ നിന്ന് തുറന്ന് വന്നിട്ട് ഇങ്ങനെ കലാപരമായിട്ട് ചെയ്തിരിക്കുകയാണ്. ഇപ്പോൾ ഈ പോകുന്ന ഇതാണ് കവാടം. ഇത് വലിയ പാറയുടെ മുൻഭാഗം ഇങ്ങനെ വാതിലുമാരി തുറന്ന് ഇതിനകത്ത് കയറിയിട്ട് ഇത് മുഴുവൻ കൊത്തിയെടുത്ത് കളഞ്ഞിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഇതാണ് ഇതിൻ്റെ അത്ഭുതം. ഇതിപ്പോൾ ഞാൻ പുറത്ത് പോയിട്ട് കാണിച്ചു തരാം. ഞാനിപ്പോൾ പുറത്തുനിന്നുള്ള കാഴ്ചകളാണ് ഇത് മുഴുവൻ. അങ്ങോട്ട് മുഴുവൻ ഗുഹകളാണ്, ഓരോന്നും നമ്മൾ കണ്ടുകൊണ്ട് പോകുന്നത്. ഇതിപ്പോൾ ഇത് കണ്ടോ, ഒരു പാറക്കെട്ട് തുറന്നിട്ടാണ് ഇത് കാണുന്നത്. കണ്ടോ, ഇങ്ങനെ ഇതിൻ്റെ മുൻ കവാടമാണിത്. മുകളിലോട്ട് കണ്ടോ, ഒരു പാറയാണ് മുകളിൽ, അതിൻ്റെ താഴ്ഭാഗമാണ് ഈ കാണുന്നത്. രാവിലെ വലിയ തിരക്കായി ജനങ്ങൾ. ഇതാ ഇതാണ് കാഴ്ചകൾ. കണ്ടോ, ഇത് പാറയാണ്. പാറയുടെ മുൻഭാഗം ഇങ്ങനെ തുറന്ന് കവാടം ഉണ്ടാക്കിയിട്ടാണ് ഇപ്പോൾ അകത്തുനിന്ന് നമ്മൾ എടുത്തത്. ആദ്യം തുടങ്ങിയ വീഡിയോ സ്റ്റാർട്ടിങ് എടുത്തത് അവിടെ നിന്നാണ്. കണ്ടില്ലേ, ഇത് കല്ലെല്ലാം പാറയിൽ നിർത്തി കൊത്തി മാറ്റിയതാണ്. കണ്ടോ, ഇതാണ് അജന്ത കേവ് നമ്പർ 1. ഇത് കേവ് നമ്പർ 1. ഇത് മഹായാനയുടെ ഒരു ഇതാണ്. പിന്നെന്താ, ഇതിൽ കുറേ ചിത്രങ്ങൾ, എല്ലാം കംപ്ലീറ്റ് ഒന്നും അല്ല. ഇത് ബുദ്ധൻ കൊട്ടാരത്തിൽ ഉണ്ടാകുമ്പോൾ ഉള്ള കാര്യങ്ങളൊക്കെ ഇതിൽ ഡെപിക്റ്റ് ചെയ്തിട്ടുള്ള പിക്ചേഴ്സാണ്. അത്രേ ഉള്ളൂ. അറിയാന്നൊക്കെ പറയേ. ഞങ്ങളുടെ ഗ്രൂപ്പിലുള്ള ഏറ്റവും പ്രായം കൂടിയ ആളാണിത്. ഞങ്ങളൊക്കെ ചെറുപ്പക്കാരാണ്. ഞങ്ങൾ 10-30 പേര് ചെറുപ്പക്കാർ. ഈ ഒരാൾ മാത്രമാണ് പ്രായം കൂടിയ ആൾ. ഇതാണ് കാഴ്ചകൾ. ഓരോരുത്തർ ഫോട്ടോ എടുക്കാനൊക്കെ വലിഞ്ഞ് കയറുന്നതാണ്. മുഴുവൻ പാറക്കെട്ടാണ്. പാറക്കെട്ടിനിടയിലാണ് ഗുഹകൾ മുഴുവൻ. ഇവരൊക്കെ ഫോട്ടോ എടുക്കുകയാണ്. ഇവിടെ ഇപ്പോൾ ഒരു ഗുഹയുണ്ട്. ഗുഹയുടെ മുന്നിൽ
എന്തോ കട്ടണൊക്കെ തൂക്കിയിട്ടുണ്ട്, ഇതിനകത്തും കയറാൻ തോന്നുന്നു. ചെരുപ്പൂരി വെച്ചിട്ടാണ് കയറേണ്ടത്. ഭയങ്കര ക്യൂ ആണ് ഇവിടെ. ഇത് അടുത്ത ഗുഹയിലേക്കുള്ള കവാടത്തിലേക്കാണ് പോകുന്നത്. ഇതാണ് ഇതിൻ്റെ സീലിംഗിൽ ഉള്ളതാണ്, എല്ലാം പൊളിഞ്ഞു പോയിട്ടുണ്ട്. അതാണ് പില്ലറുകൾ. एवढे मोठे मोठे हे बांधणं फ्लॅट फोटो लेना. हॅलो, फोटो पड के जाओ. बंद करा.